Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി സി കമാൻഡിനെ കുറിച്ചിട്ടാണ്. ബി സി സ്റ്റാൻഡ്സ് ഫോർ ബേസിക് കാൽക്കുലേറ്റർ. നമ്മൾ ഇത്ര നേരം പഠിച്ച EXPR, ലെറ്റ്, പിന്നെ ഡോളർ ഡബിൾ ബ്രാക്കറ്റ് ഈ മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഡിജേഴ്സ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 3.7, 4.2, 5.75 അങ്ങനെയുള്ള വാല്യൂസ് ആഡ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, അതിനൊക്കെ നമുക്ക് BC കമാൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. BC സപ്പോർട്ട്സ് ഡെസിമൽ, സ്കെയിൽ, നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അതിനുശേഷം അതായത് എനിക്കിപ്പോൾ ഡിവിഷൻ ചെയ്തതിനു ശേഷം ആൻസർ കറക്റ്റ് ആയിട്ട് 3.2 ശേഷം 2 ഡെസിമൽ വേണം. അതേപോലെ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ നമുക്ക് BC യൂസ് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് മാത്ത് ഓപ്പറേറ്റേഴ്സും നമ്മുടെ BC ഉണ്ട്. വൈ ഡു വി നീഡ് BC? ബാഷ് ബിൽറ്റ് ഇൻ മാത്ത് ടൂൾസിൽ ഇൻഡിജേഴ്സ് ഓൺലി വർക്ക് ആവുമല്ലോ ഈ മൂന്ന് മെത്തേഡിനും EXPR ലെറ്റിലും. നമുക്ക് ഇഫ് യു വാണ്ട് ടു ഡെസിമൽ വർക്ക് ആവണമെങ്കിൽ നമ്മൾ BC കമാൻഡാണ് യൂസ് ചെയ്യുക. ഇൻ ദി കണ്ടസ്റ്റ് ഓഫ് നമ്മളൊരു BC ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ എക്കോ എനിക്ക് BC 5ഉം 3ഉം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. എക്കോ 5 + 3. അതിനുശേഷം പൈപ്പിംഗ് സിമ്പിൾ ഈ എന്ററിന്റെ തൊട്ട് മേലുള്ള കീയില് അത് ഷിഫ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത പൈപ്പിംഗ് സിമ്പിൾ കിട്ടും. അതിനുശേഷം BC കമാൻഡ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ 5 + 3 8 കിട്ടി. ഇതിൽ ഈ പൈപ്പ് സിമ്പിൾ ഒരു ഓപ്പറേറ്റർ അല്ല, നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ അല്ല, ഷെൽ ഓപ്പറേറ്റർ ആണ്. In the context of the Linux BC command, the pipe symbol here symbol is not an operator used within BC itself for mathematical operations. Instead, അതിനു പകരം it is a shell operator used to pipe the output of the one command as the input of the another command. പിന്നെ നമുക്ക് നോക്കാം. അതായത് പൈപ്പ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് അടുത്തൊരു കമാൻഡിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അതിനാണ് നമ്മൾ പൈപ്പ് കമാൻഡ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തപ്പോൾ EXPR 5 + 3 കിട്ടിയപ്പോൾ 8 ആണ് കിട്ടുക. ഈ EXPR 5 + 3 വരും 10/3 കിട്ടണം വിരിക്കുക. 10/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3 ആണ് കിട്ടിയത്. ഇപ്പൊ എന്താ വ്യത്യാസം? നമുക്കിപ്പോ ഇൻഡിജർ വാല്യൂ കിട്ടിയത്. ശരിക്കും 10/3 എത്ര കിട്ടുക? 3.33333 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് 3 ശേഷം 2 ഡെസിമൽ വരെ എനിക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് എക്കോ കൊടുക്കുക. അതിനുശേഷം സ്കെയിൽ എന്ന വാല്യൂ ഉണ്ട്. സ്കെയിൽ വാല്യൂ പോയിന്റ് സെഷൻ എനിക്കിപ്പോൾ 2 എണ്ണം മതിയെങ്കിൽ സ്കെയിൽ കൊടുക്കുക, 2 സെമിക്കോളം കൊടുക്കുക. ഇനി 10/3 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പൈപ്പിംഗ്, ദെൻ BC. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് 3.33 കിട്ടി. ഇപ്പൊ എനിക്ക് 10/3 പകരം 128/5 ചെയ്തു. അതിനുശേഷം എനിക്ക് പോയിന്റിന് ശേഷം 2 പകരം 3 വേണം ഇരിക്കുക. അപ്പൊ എത്ര കിട്ടിയേ? 25.6. അതായത് കറക്റ്റ് ആൻസർ 25.6 ആണ്. നമ്മൾ സ്കെയിൽ 3 കൊടുത്തുകൊണ്ട് 25 ശേഷം 3 വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റി. അതിനാണ് സ്കെയിൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. 22/7 സ്കെയിൽ 4 കിട്ടണമെന്നിരിക്കുക. സ്കെയിൽ = 4. 22/7 BC കമാൻഡ് യൂസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ എത്ര? 3.1428 കിട്ടി. 22/7 നമ്മൾ പോയിന്റിന് ശേഷം 4 വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിലിന് വാല്യൂ 4 കൊടുത്തു. അപ്പൊ നമുക്ക് 3.1428 കിട്ടി. ഇപ്പൊ നമ്മൾ പറഞ്ഞാണ് ഇവിടെ കൊടുത്തുള്ളത് ഡിവിഷൻ വിത്ത് ഡെസിമൽസ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബേസിക്കലി സാധാരണ ഔട്ട്പുട്ട് 3 ആണ്. ബൈ ഡീഫോൾട്ട് BC ഡസ് ഇൻഡിജർ ഡിവിഷൻ. അതായത് ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ഇൻഡിജർ ഡിവിഷൻ ആയിട്ട് കിട്ടുക. യൂസ് സ്കെയിൽ ടു ഗെറ്റ് ഡെസിമൽ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ സ്കെയിൽ എത്രയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെമിക്കോളൻ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. 10/3 ചെയ്താൽ സ്കെയിൽ വാല്യൂ 2 ആയതുകൊണ്ട് 3.33 കിട്ടി. സ്കെയിൽ വാല്യൂ 4 ആണെങ്കിൽ 22/7 ചെയ്താൽ 3.1428 കിട്ടും. എനിക്കിനി ഒരു വേരിയബിളിൽ ഇപ്പൊ ഞാൻ എ എന്ന വേരിയബിളിൽ ഇപ്പൊ ഒരു 6 ഞാൻ സ്റ്റോർ ചെയ്തു. ബി എന്ന വേരിയബിളിലേക്ക് ഞാൻ 7 സ്റ്റോർ ചെയ്തു. ഇനി എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എനിക്ക് കിട്ടണമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട എന്തുട്ടാണ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് വേറൊരു വേരിയബിളിലേക്ക് എനിക്ക് സ്റ്റോർ ചെയ്യണമായിരിക്കും. അതായത് റിസൾട്ട് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ വേറൊരു കമാൻഡ് വെച്ചിട്ടുള്ളത് ചെയ്യാം. അതായത് എക്കോ പറഞ്ഞൊരു കമാൻഡ് ഇല്ലേ, അപ്പൊ എക്കോ കമാൻഡ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. എക്കോ യൂസ് ചെയ്യുക. അതിനുശേഷം എയും ബി അല്ലേ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പൊ എയുടെ അകത്തുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർ കൊടുത്തു. അതിനുശേഷം ബി ടൈപ്പ് ചെയ്തു, A into B. അതിനുശേഷം BC കമാൻഡിന്
മുന്നേ പൈപ്പിംഗ് കൊടുത്തു, അതിനുശേഷം BC കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ റിസൾട്ടിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. റിസൾട്ടിലേക്ക് സ്റ്റോർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ റിസൾട്ട് പ്രിന്റ് ചെയ്താൽ മതി. വീണ്ടും എക്കോ കൊടുക്കുക, അതിനുശേഷം റിസൾട്ട് പ്രിന്റ് ചെയ്യുക. എക്കോ റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്ത റിസൾട്ട് ഈക്വൽ ടു 42 കിട്ടി. അത് എ എന്ന വേരിയബിളിലേക്ക് 6 സ്റ്റോർ ചെയ്തു, ബി എന്ന വേരിയബിളിലേക്ക് 7 സ്റ്റോർ ചെയ്തു. ഇനി റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം, BC കമന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ റിസൾട്ട് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് പിന്നെ ഈ ഒരു ബ്രാക്കറ്റും, അതാണ് മെത്തേഡ്. നമുക്ക് വേറൊരു കമാൻഡിന്റെ ഔട്ട്പുട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡോളർ സിംഗിൾ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ആ കമാൻഡിന്റെ എക്സ്പ്രഷൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ഈ കമാൻഡിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? എക്കോ ഡോളർ എ ഇൻറ്റു ഡോളർ ബി. അപ്പൊ എയുടെ വേരിയബിൾ 6ഉം 7ന്റെ വേരിയബിളും 4ഉം അല്ല 7ഉം, ബിയുടെ വേരിയബിൾ 7ഉം, 6ഉം 7ഉം മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള 42 നമ്മൾ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ റിസൾട്ട് എന്ന വേരിയബിൾ വീണ്ടും എക്കോ റിസൾട്ട് ഈക്വൽ ടു വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ ഡോളർ സിംബിൾ യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് 42 എന്നുള്ളത് കിട്ടി. ഇങ്ങനെ നമുക്കൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ BC കമാൻഡ് യൂസ് ചെയ്യാം. ഇനി എനിക്ക് പവർ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ 2 to the power പ്രിന്റ് ചെയ്യണമെങ്കിൽ 2 to the power 3 ആണ് വേണ്ടെങ്കിൽ 3 കൊടുക്കുക, അതിനുശേഷം BC ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. എനിക്ക് 3 to the power 5 ചെയ്താൽ 243 കിട്ടും. അത് ചെക്ക് ചെയ്യണമെങ്കിൽ 3 power 5 ചെയ്യുക, അപ്പൊ 243 കിട്ടും. അങ്ങനെ നമ്മൾ പവർ വാല്യൂ BC വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡാണ് അവിടെ കൊടുത്തുള്ളത്. യൂസ് വേരിയബിൾ ഇൻസൈഡ് എ സ്ക്രിപ്റ്റ്. നമുക്ക് സ്ക്രിപ്റ്റിനകത്ത് വേരിയബിൾ കൊടുത്തിട്ട് A = 10, B = 3, അതിനുശേഷം റിസൾട്ട്, അതിനുശേഷം ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എക്കോ കമാൻഡിന്റെ അകത്ത് നമ്മളിപ്പോ ചെയ്യണ അതേ സാധനം എക്കോ കമാൻഡിന്റെ അകത്ത് ചെയ്തു. ഈ ഒരു പോർഷൻ എക്കോ കമാൻഡിന്റെ, ഇതിന്റെ റിസൾട്ട് നമ്മൾ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് നമ്മൾ മുന്നേ പറഞ്ഞ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൂടെ അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ എക്കോ കമാൻഡ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യിച്ചു. പിന്നെ പവർ ചെയ്യാനാണ് എക്കോ 2 to the power 3 ചെയ്ത ഔട്ട്പുട്ട് 8 കിട്ടും. പിന്നുള്ളതാണ് ഇന്ററാക്റ്റീവ് മോഡ്. ഇന്ററാക്റ്റീവ് മോഡ് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ BC കമന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നിങ്ങൾക്ക് 5+7 ടൈപ്പ് ചെയ്യണമെങ്കിൽ 5+7 എൻ്റർ അടിക്കുക, 12 കിട്ടി. ഇനി 5.5 into 3 ടൈപ്പ് ചെയ്താൽ 16.5 കിട്ടും. 3.33 into 3 ചെയ്താൽ 9.99. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 999 മോഡുലസ് 5 ചെയ്താൽ 4 കിട്ടും. അപ്പൊ എന്ത് വേണം ചെയ്യാൻ? 2 to the power 5 ചെയ്താൽ 32 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് കമന്റ് അടിക്കുക, QUIT അടിച്ചാൽ അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇന്ററാക്റ്റീവ് മോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് BC കമന്റ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അഡീഷൻ ചെയ്യണമെങ്കിൽ അഡീഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.